മൈടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ക്യാബേജ് കട്ടിംഗ് മെഷീനാണ്. വീട്ടിൽ തന്നെ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ ഒരു ക്യാബേജ് കട്ടിംഗ് മെഷീൻ എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോ. ഈ ക്യാബേജ് സ്ലൈസർ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന പഴയ ഫ്ലൈവുഡിൻ്റെ പീസും പിന്നെ വുഡിൻ്റെ കട്ട, മരത്തിൻ്റെ കട്ടയും പഴയ PVC പൈപ്പുമാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഫ്ലൈവുഡിൻ്റെ 30 സെൻറ്റിമീറ്റർ നീളവും 30 സെൻറ്റിമീറ്റർ വീതിയുമുള്ള 2 സ്ക്വയർ പീസും അതുപോലെ തന്നെ വുഡിൻ്റെ 20 സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള 4 പീസും എടുത്തിട്ടുണ്ട്. ഫ്ലൈവുഡ് പീസിൻ്റെ സെൻറ്റർ കിട്ടാൻ വേണ്ടിയിട്ട് കോർണർ ടു കോർണറിലോട്ട് വീഡിയോ കാണുന്നത് പോലെ മാർക്ക് ചെയ്തെടുക്കണം. 2 ഫ്ലൈവുഡിൻ്റെ പീസും അതുപോലെ മാർക്ക് ചെയ്തെടുക്കണം. 2 ഫ്ലൈവുഡിൻ്റെയും സെൻറ്റർ മാർക്ക് ചെയ്തെടുത്ത ശേഷം അടുത്തതായിട്ട് ഒരു 3/4 ഇഞ്ചിൻ്റെ ഒരു PVC പൈപ്പ് ആവശ്യമുണ്ട്. ഈ PVC പൈപ്പ് വീഡിയോ കാണുന്നത് പോലെ ഫ്ലൈവുഡിൻ്റെ സെൻറ്ററിൽ വെച്ച് മാർക്ക് ചെയ്തെടുക്കണം. 2 ഫ്ലൈവുഡിൻ്റെ സെൻറ്ററിൽ വെച്ച് മാർക്ക് ചെയ്തെടുക്കണം. മാർക്ക് ചെയ്തെടുത്ത ശേഷം അതിന് ഹോൾട്ട് എടുക്കണം. 2 ഫ്ലൈവുഡിൻ്റെ പീസിലും അതുപോലെ തന്നെ ഹോൾട്ട് എടുക്കണം. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് 3/4 ഇഞ്ചിൻ്റെ ഹോൾസ് വെച്ചിട്ടാണ് ഹോൾട്ട് എടുക്കുന്നത്. ഹോൾട്ട് എടുത്ത ശേഷം 3/4 ഇഞ്ച് PVC പൈപ്പ് ഒന്ന് കടത്തി നോക്കണം. അടുത്തായി നമുക്ക് വേണ്ടത് പഴയ ഒരു നൈഫാണ്. പഴയ നൈഫിൻ്റെ ബ്ലേഡ് എടുത്ത ശേഷം വീഡിയോ കാണുന്നത് പോലെ ഒരു ഫ്ലൈവുഡിൻ്റെ മേളിൽ വെച്ച് മാർക്ക് ചെയ്തെടുക്കണം. വീഡിയോ കാണുന്നത് പോലെ മാർക്ക് ചെയ്തെടുത്ത ശേഷം അത് കട്ട് ചെയ്തെടുക്കണം. കട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കുമ്പോൾ സേഫ്റ്റി ആയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. കട്ട് ചെയ്തെടുത്ത ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മരക്കട്ട അതിൻ്റെ 4 കോർണറിലായിട്ട് സെറ്റ് ചെയ്തെടുക്കണം. വീഡിയോയിൽ കാണുന്നത് പോലെ 4 കോർണറിലും ഫ്രഷായിട്ട് സെറ്റ് ചെയ്തെടുത്ത ശേഷം ആണി വെച്ചോ സെൽ സ്ക്രൂ വെച്ചോ സെറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ സെൽ സ്ക്രൂ വെച്ചാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. സെൽ സ്ക്രൂ മെഷീൻ യൂസ് ചെയ്യുമ്പോൾ സേഫ്റ്റി ആയിട്ട് വേണം യൂസ് ചെയ്യാൻ. ഇതുപോലെ തന്നെ എല്ലാ സൈഡും സെറ്റ് ചെയ്തെടുക്കണം. എല്ലാ സൈഡും സെൽ സ്ക്രൂ വെച്ച് സെറ്റ് ചെയ്തെടുത്ത ശേഷം അടുത്തായിട്ട് വേണ്ടത് 3/4 ഇഞ്ചിൻ്റെ PVC പൈപ്പാണ്. 3/4 ഇഞ്ചിൻ്റെ PVC പൈപ്പ് ബോക്സിൻ്റെ ഹൈറ്റിനനുസരിച്ച് കട്ട് ചെയ്തെടുത്ത ശേഷം വീഡിയോ കാണുന്ന പോലെ കടത്തിയിടണം. അടുത്തതായിട്ട് നമ്മൾ എടുത്ത് വെച്ചിരുന്ന നൈഫിൻ്റെ ബ്ലേഡ് വീഡിയോ കാണുന്ന പോലെ എടുത്തു വെക്കണം. എടുത്തു വെച്ച ശേഷം ബ്ലേഡിൻ്റെ ഒരു സൈഡിൽ സെൻറ്ററിൽ ഹോൾ ഉള്ളതുകൊണ്ട് നമ്മൾ അവിടെ സെൽ സ്ക്രൂ വെച്ചാണ് സെറ്റ് ചെയ്തെടുക്കണത്. മറ്റേ സൈഡ് വീഡിയോ കാണുന്നത് പോലെ ഒരു വാഷർ വെച്ചാണ് സെറ്റ് ചെയ്തെടുക്കണത്. വാഷർ വയ്ക്കുമ്പോൾ ബ്ലേഡിൻ്റെ മുകളിലോട്ട് കയറി വേണം നിൽക്കാൻ. ബ്ലേഡ് സെറ്റ് ചെയ്ത ശേഷം 3/4 ഇഞ്ച് PVCയുടെ സൈഡിലുള്ള ഹോളൊന്ന് അടച്ചെടുക്കാം. ഹോൾ അടച്ചെടുക്കുന്നത് നേരത്തെ ഹോള് കട്ട് ചെയ്തപ്പോൾ ഉണ്ടായ മരത്തിൻ്റെ പൊടി വെച്ച് ഫ്ലെക്സ് ക്വിക്ക് വെച്ച് ഒട്ടിച്ചെടുക്കാം. അതുപോലെ തന്നെ താഴത്തും ഒട്ടിച്ചെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ആവശ്യമുള്ളത് അരയുടെ ഒരു PVC പഴയ പൈപ്പും അതുപോലെ തന്നെ 1/4 ഒരു റെഡ്യൂസറും ആവശ്യമുണ്ട്. അരയുടെ പൈപ്പ് റെഡ്യൂസറിൻ്റെ ഉള്ളിൽ കൂടെ കടന്നു പോകില്ലാത്തതുകൊണ്ട് അതിൻ്റെ ഉള്ളിലെ ഗ്രൂ ഒന്ന് നമ്മളൊന്ന് ഫയൽ ചെയ്തെടുക്കണം. ഫയൽ ചെയ്തെടുത്ത ശേഷം ഫ്രീ ആയിട്ട് കടന്നു പോകേണ്ടതെന്ന് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്ത ശേഷം റെഡ്യൂസർ വീഡിയോ കാണുന്ന പോലെ ഒരു പേനയോ മാർക്കറോ വെച്ച് മാർക്ക് ചെയ്തെടുക്കണം. മാർക്ക് ചെയ്തെടുത്ത ശേഷം അത് കട്ട് ചെയ്തെടുക്കണം. റെഡ്യൂസർ കട്ട് ചെയ്തെടുക്കുമ്പോൾ വീഡിയോ കാണുന്നത് പോലെ തന്നെ അതിൻ്റെ എൻഡ് കൂർമ്പിച്ച് വേണം കട്ട് ചെയ്തെടുക്കാൻ. കട്ട് ചെയ്തെടുത്ത ശേഷം അരയുടെ പൈപ്പ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന 3/4 ഇഞ്ച് PVCയുടെ പൈപ്പിൻ്റെ ഹൈറ്റിനേക്കാളും 1 ഇഞ്ച് കൂടുതൽ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്ത PVCയുടെ സൈഡൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഷേപ്പ് ചെയ്തെടുത്ത ശേഷം റെഡ്യൂസർ അതിൻ്റെ ഉള്ളിലോട്ട് കടത്തിയിടണം. കടത്തിയിട്ട ശേഷം അരയുടെ ഒരു എൽബോ എടുത്ത് അതിൻ്റെ മേളിൽ സെറ്റ് ചെയ്തെടുക്കാം. വീഡിയോയിൽ കാണുന്നത് പോലെ എൽബോ സെറ്റ് ചെയ്തെടുത്ത ശേഷം എൽബോയിൽ നിന്ന് അടുത്തൊരു എൻഡ് 5 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള 1/2 ഇഞ്ചിൻ്റെ ഒരു PVC പൈപ്പ് കട്ട് ചെയ്തെടുത്ത് സെറ്റ് ചെയ്തെടുക്കണം. വീഡിയോ കാണുന്നത് പോലെ സെറ്റ് ചെയ്തെടുത്ത ശേഷം മറ്റേ എൻഡിലും ഒരു എൽബോയും കൂടെ ഇട്ട് കൊടുക്കണം. എൽബോ ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് കൈ പിടിക്കാൻ വേണ്ടിയിട്ട് കൈയുടെ ഏകദേശം വീതിക്കനുസരിച്ച് 10 സെൻറ്റിമീറ്ററിൽ മറ്റൊരു 1/2 ഇഞ്ച് പൈപ്പ് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്ത ശേഷം അതിൻ്റെ എൻഡിൽ നമുക്കൊരു എൻഡ് ക്യാപ്പ് ഇട്ട് കൊടുക്കാം. എൻഡ് ക്യാപ്പ് ഇട്ട ശേഷം കൈ പിടിക്കാൻ എളുപ്പത്തിന്
1/2 ഇഞ്ചിൻ്റെ PVC പൈപ്പിൻ്റെ മേളിൽ നമുക്കൊരു 3/4 ഇഞ്ചിൻ്റെ PVC അളവിനനുസരിച്ച് മാർക്ക് ചെയ്തെടുത്ത് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. വീഡിയോ കാണുന്നത് പോലെ സെറ്റ് ചെയ്തെടുത്ത ശേഷം PVC പൈപ്പിൻ്റെ എല്ലാ എൻഡിലും സോൾവെൻറ്റ് വെച്ചോ പശ വെച്ചോ ഒട്ടിച്ചെടുക്കാം. എല്ലാ ജോയിൻറ്റും സോൾവെൻറ്റ് വെച്ച് ഒട്ടിച്ചെടുത്ത ശേഷം ഇതുപോലത്തെ ഒരു ഊർമ്മിച്ച വുഡ് പീസ് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്ത വുഡ് പീസ് വീഡിയോ കാണുന്നത് പോലെ പൈപ്പിൻ്റെ എൻഡിൽ സെറ്റ് ചെയ്തെടുക്കണം. സെറ്റ് ചെയ്തെടുത്ത ശേഷം മരത്തിലേക്ക് സിൽക്ക് അടിച്ചെടുക്കാം. എല്ലായിടത്തും നന്നായിട്ട് സിൽക്കോ പെയിൻറ്റോ അടിച്ച ശേഷം നന്നായിട്ട് ഉണക്കിയെടുക്കണം. നന്നായി ഉണങ്ങിയ ശേഷം ക്യാബേജ് എടുത്തിട്ട് ക്യാബേജിൻ്റെ മേളിലെ പോർഷനിൽ ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കണം. വീഡിയോ കാണുന്ന പോലെ ഹോൾ ഇട്ടിട്ട് PVC പൈപ്പ് അതിൻ്റെ ഉള്ളിലോട്ട് കടത്തിയിട്ട് ലോക്ക് ചെയ്തെടുക്കണം. ലോക്ക് ചെയ്തെടുത്ത ശേഷം വീഡിയോ കാണുന്നത് പോലെ നമ്മുടെ മെഷീൻ്റെ ഉള്ളിലോട്ട് കടത്തി വിടണം. കടത്തിയിട്ട് നമുക്ക് ഒന്ന് കറക്കി നോക്കാം. കറക്കി ഇപ്പോൾ ഈസി ആയിട്ട് ക്യാബേജ് കട്ടാവുന്നുണ്ട്. ഇതുപോലെ ഒരു മെഷീൻ വീട്ടിലുണ്ടെങ്കിൽ ക്യാബേജ് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഒത്തിരി ബലം കൊടുക്കാതെ വേണം ക്യാബേജ് കട്ട് ചെയ്തെടുക്കാൻ. ക്യാബേജ് കട്ടിംഗ് മെഷീൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയൊരു കിടിലൻ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരണമായിരിക്കും.